പ്രപഞ്ചം ആദരിച്ച നേതാവ്, ആകാശഭൂമികൾ ആദരിച്ച നേതാവ്. ഭൂമിയും ആകാശവും മാത്രമല്ല, നക്ഷത്രങ്ങളും ഗാലക്സികളുമെല്ലാം ബഹുമാനിച്ച നേതാവ്. ഈ ലോകം മുഴുവനും ബഹുമാനിച്ച നേതാവ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഉഹ്ദ് പർവതത്തിന്റെ മുകളിൽ അല്ലാഹുവിന്റെ റസൂൽ കയറിയപ്പോ ആ ഉഹ്ദ് പർവതം സന്തോഷം കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും കൊണ്ട് ആടിയല്ലോ. മഹാനായ സിദ്ദീഖുൽ അക്ബർ തങ്ങൾ കൂടെ ഉണ്ടായിരുന്നല്ലോ, ഉമർ തങ്ങൾ ഉണ്ടായിരുന്നല്ലോ, ഉസ്മാൻ തങ്ങൾ ഉണ്ടായിരുന്നല്ലോ. സന്തോഷിപ്പിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, കുൻ ഉഹ്ദ്, ഉഹ്ദേ ശാന്തമായിക്കോ, നിന്റെ മുതുകിന് കയറി നിൽക്കുന്നതാരാണ്? ഒന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്, രണ്ട് സിദ്ദീഖുൽ അക്ബർ തങ്ങളാണ്, മൂന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളാണ്, നാല് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ തങ്ങളുടെ ബഹുമാനങ്ങൾ അങ്ങ് പറഞ്ഞപ്പോ ഉഹ്ദ് പർവതം ശാന്തമാകുന്നു. അതുപോലെ ഹിറാ പർവതത്തിൽ അല്ലാഹുവിന്റെ റസൂൽ കയറി, സഫീർ പർവതത്തിൽ അല്ലാഹുവിന്റെ റസൂൽ കയറി. സഫീർ പർവതത്തിന്റെ മുകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിൽക്കുകയാണ്. സഫീർ പർവതവും ഹിറാ പർവതവും പരസ്പരം അഭിമുഖമായി നിൽക്കുന്ന രണ്ട് പർവതങ്ങളാണ്. ആ സഫീർ പർവതത്തിന്റെ മുകളിൽ അല്ലാഹുവിന്റെ റസൂൽ കയറി നിൽക്കുമ്പോഴാണ് തങ്ങളെ കൊല്ലാൻ, തങ്ങളെ വധിക്കാൻ ശത്രുക്കൾ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ സമയത്ത് സഫീർ പർവതം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുന്നു, തങ്ങളെ എന്റെ പുറത്ത് നിന്ന് തങ്ങൾ താഴെ ഇറങ്ങണം. എന്തേ കാരണം? തങ്ങൾ എന്റെ പുറത്തുള്ള സമയത്താണ് അവന്മാര് വന്നിട്ട് തങ്ങളെ കൊല്ലുന്നതെങ്കിൽ എനിക്ക് സഹിക്കാൻ കഴിയൂല. എന്നെ നാളാഖിറത്തിലിട്ട് അല്ലാഹു ശിക്ഷിക്കുമല്ലോ. അപ്പൊ ഹിറാ പർവതം ഇലയ്യ യാ റസൂലല്ലാഹ്, ഇലയ്യ യാ റസൂലല്ലാഹ്, സഫീറിൽ നിന്ന് ഇറങ്ങി എന്റെ പുറത്തേക്ക് കയറിക്കോളൂ, ഞാൻ നോക്കാം തങ്ങളെ, ഞാൻ സംരക്ഷിക്കാം തങ്ങളെ. സുബ്ഹാനല്ലാഹ്, പർവതങ്ങൾ തങ്ങളെ ബഹുമാനം പറയുന്നു. നിങ്ങൾ നോക്കൂ സഹോദരങ്ങളെ, ആ തങ്ങളെ ബഹുമാനം ആ മലകൾക്കറിയാം, ലോകത്തുള്ള പർവ്വതങ്ങൾക്ക് പാറക്കല്ലുകൾക്കറിയാം. ഈ പാറയേക്കാൾ മാർദ്ദവമുള്ള നമ്മുടെ ഹൃദയമെന്ന് അവകാശപ്പെടുന്ന നമ്മക്ക് റസൂലുള്ളാഹിന്റെ ബഹുമാനം അറിയില്ലെങ്കിൽ പാറയെയും കടത്തി വെട്ടിയ പരുഷ ഹൃദയമല്ലയോ? അല്ലാഹു നമ്മളെ ഖൽബ് നന്നാക്കി തരട്ടെ.